സംഭവിച്ചാൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുമായിരുന്നു. അപ്പോഴാണ് ഇവിടെ വെച്ച് ഇങ്ങനെ കുഞ്ഞ് കമന്ന് കണ്ട രണ്ട് ലൈൻ കമ്പി ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചാടി ഞാനവിടെ വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ രക്ഷപ്പെടുത്താനുള്ള പരിപാടി ഞാൻ ഇവിടെ ചാടി ഇറങ്ങി എന്തെങ്കിലും ചേട്ടൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിത് വീണ് ഇങ്ങനെ അന്നേരം അങ്ങോട്ട് ഓടി വരുമോ, കുഞ്ഞാ കമന്ന് കിടക്കുക. എന്നിട്ട് നമ്മൾ വല്ല മുളങ്കമ്പോ വല്ലതും കിട്ടുവാണെങ്കിൽ രക്ഷപ്പെടുത്താമെന്നുള്ള രീതിയിൽ ചാടി ഇതിനകത്ത് ഇറങ്ങി. അപ്പോഴത്തേക്ക് അവർ അധികൃതരെല്ലാം കൂടെ അതിനകത്തൂടെ ചാടി ഇറങ്ങി അതെല്ലാം കൂടെ വലിച്ചു പറിച്ച് ആ കമ്പ് കൊണ്ട് കുത്തി കുഞ്ഞിനെ എടുത്ത് ഇപ്പുറത്തിട്ട്. അപ്പോഴും ആ കുഞ്ഞ് കൈ ഇത് അനക്കം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് പോയതിന് ശേഷമാണെന്ന് തോന്നുന്നു. ചേട്ടന്റെ മക്കൾ ഉൾപ്പെടെ പഠിക്കുന്നതാണ്, ഇത്രയും താഴ്ന്ന് ഈ കമ്പി ഇങ്ങനെ പോകുന്നത് വളരെ ഒരു അനാസ്ഥയാണ്. എന്ത് ചെയ്യാൻ, ഇപ്പൊ അതിങ്ങനെ വലിച്ചു കെട്ടിയോ, ഇപ്പൊ KCB-കാരായാലും ശരി തന്നെ അവർ വന്ന് കേബിൾ ഇടുകയോ പൈപ്പ് ഇടുകയോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവത്തില്ലായിരുന്നു. അത് തന്നെയല്ല, അവിടെ നിങ്ങൾ നോക്കിയിട്ടാണ്ട് ആ മരത്തിനകത്തോട്ടെല്ലാം ഈ ലൈൻ കമ്പി ടച്ച് ചെയ്ത് കിടക്കുകയാണ്. ആ മരമല്ല, ആ കുട്ടികൾ വല്ലതും പിടിക്കുകയോ ഇടിക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ അത് അതിനെക്കാട്ടി വലിയൊരു അപകടം സംഭവിക്കേണ്ടതാണ്. ഇതൊക്കെ നേരത്തെ കൂട്ടി അത് ചെയ്യേണ്ടതാണത്. ഇവിടുത്തെ ആളാണോ? ഇവിടുത്തെ ആളാണ്. ഞാനൊരു 78-79 കാലത്തിൽ പഠിച്ചാണ്. അന്ന് ഒരു 2 വയർ മാത്രമേ അങ്ങോട്ട് പോയിട്ടുള്ളൂ. അന്ന് ഈ കെട്ടിടമുണ്ട്. അന്ന് ആ കെട്ടിടമുണ്ട്, പക്ഷേ ഈ ഹാളില്ല. അല്ല, ഈ ചരിച്ചിട്ടിരിക്കുന്ന സാധനമില്ല. അന്ന് വയറ് പോകുന്നുണ്ട്, ഒരു 2 വയർ മാത്രമേ അങ്ങോട്ട് പോകുന്നുള്ളൂ. അന്നത്തെ പോസിറ്റീവ് ഉണ്ട്, അത് ചെറുതാണ്. അപ്പോൾ ഈ കമ്പിയുടെ ഭാരം കൂടിയപ്പോഴത്തേക്ക് അത് താന്നിഞ്ഞ് പോരുന്നതാണ്. അപ്പോൾ അതെന്തെങ്കിലും ചെയ്യേണ്ടതായിരുന്നു. ഇപ്പോൾ കൊച്ച് വീണത് കയറിയാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ കുഞ്ഞുങ്ങൾ പഠിക്കാനും കളിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത്. അവരെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവർ പോയി, നമ്മളും പണ്ടും എന്തെല്ലാം കളികൾ കളിച്ചിട്ടും ഒക്കെ ഉണ്ട്. ഇതൊക്കെ എന്ന് പറയുന്നത് ഇപ്പം ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതായത് അജിംസ്, നമ്മളിപ്പോൾ ചേട്ടൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് ജോൺസൺ. നമ്മളോടിപ്പോൾ സംസാരിച്ച ജോൺസൺ ചേട്ടൻ ഈ സംഭവ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരാളാണ്. അതായത് അദ്ദേഹത്തിന്റെ കുഞ്ഞിനെ ഈ സ്കൂളിലേക്ക് കൊണ്ടാക്കിയതിന് ശേഷം മടങ്ങിപ്പോകുന്ന സമയത്ത് ഒരു കുട്ടി ഈ വൈദ്യുതി കമ്പിയിൽ ഇത്തരത്തിൽ കമിഴ്ന്ന് കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. വളരെ വേഗത്തിൽ തന്നെ മുളങ്കമ്പോ എന്തെങ്കിലും ലഭിക്കുമോ എന്ന് അദ്ദേഹം ഈ സ്ഥലത്തൊക്കെ പരതുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് അധ്യാപകരും മറ്റുമൊക്കെ ഇവിടെ എത്തുകയും ആ കുഞ്ഞിനെ ഈ ബെഞ്ച് വെച്ചടിച്ച് താഴേക്ക് ഇട്ടു എന്നുള്ളത് പറയുന്നു. പുറത്തേക്ക് ആ കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് എടുക്കുന്ന സമയത്ത് കയ്യിൽ ചില അനക്കമുണ്ടായിരുന്നത് പറയുന്നു. പക്ഷെ അതിനുശേഷം ആശുപത്രിയിൽ എത്തിയ സമയത്ത് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇവരെല്ലാം, അതായത് ഇവിടെ ഈ പ്രദേശത്തെ ആളുകളെല്ലാം തന്നെ ഈ തേവലക്കര ഹൈസ്കൂളിൽ പഠിച്ചവരാണ്. 78-79 കാലഘട്ടത്തിൽ പഠിച്ച ഒരു ചേട്ടൻ സംസാരിച്ചു. ഈ ഒരു കെട്ടിടം, അതായത് ആ ഓടിട്ട കെട്ടിടം അന്ന് മുതൽ തന്നെ ഈ സ്കൂളിലുണ്ട്. പക്ഷേ ഈ ഷീറ്റിട്ട ഒരു കെട്ടിടം വന്നിട്ട് ഏകദേശം 10 വർഷത്തോളമാണ് ആകുന്നത്. അതായത് ഇവിടെ ആ കുട്ടികളുടെ സൈക്കിളുകളും മറ്റ് വാഹനങ്ങളും ാണ് അത്തരത്തിൽ ഒരു കെട്ടിടം വെക്കുന്നത്. നമുക്കാണ് ഈ പല ഭാഗത്തും ഈ തടിയൊക്കെ തകർന്നു പോവുകയും അത് കുട്ടികൾക്ക് അതുവഴി, അതായത് കുട്ടികളാണ്, സ്കൂൾ പഠിക്കുന്ന കുട്ടികളാണ്, അവരെന്തൊക്കെ കുസൃതി കാണിക്കുമെന്നുള്ളത് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായി, ഒരു കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷേ നേരത്തെ മന്ത്രിമാരൊക്കെ പറഞ്ഞു അനാസ്ഥകൾ പരിശോധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഈ അനാസ്ഥ ഉണ്ടാകേണ്ട നേരത്തെ തന്നെ ശ്രദ്ധിക്കേണ്ടിയിരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യവും ചില ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ അതായത് കൊല്ലത്തെ DD ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട്. DD സ്ഥലത്തെത്തി എന്തൊക്കെയും DD ലാൽ സാർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തി ഈ സ്ഥലത്തെത്തി മറ്റു കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതിന്റെ